ശസ്ത്രക്രിയയ്ക്ക് പുതിയ മാർഗരേഖ പുറത്തിറക്കിയ ആരോഗ്യവകുപ്പ്. രോഗികൾക്ക് ശസ്ത്രക്രിയാ വിവരങ്ങൾ അടങ്ങിയ റിസ്റ്റ് ബാൻഡ് ധരിപ്പിക്കണം, ശസ്ത്രക്രിയ നടത്തേണ്ട ശരീരഭാഗം മുൻകൂട്ടി അടയാളപ്പെടുത്തണം തുടങ്ങിയ പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് മാർഗരേഖ. ചെറുതും വലുതുമായ എല്ലാ ശസ്ത്രക്രിയകൾക്കും മാർഗനിർദ്ദേശം ബാധകമായിരിക്കും. വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജ്യോതിഷ്, നമ്മുടെ ആരോഗ്യവകുപ്പ് വല്ലാത്ത പ്രതിരോധത്തിലായിരിക്കുന്ന ഘട്ടമാണ് നിലവിൽ. കൈക്ക് സർജറിക്ക് ചെല്ലുന്നവർ കാലിന് സർജറി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇടത് കൈക്ക് സർജറി ചെയ്യേണ്ടവർ വലത് കൈക്ക് സർജറി ചെയ്യുന്നു. അങ്ങനെ അമ്പെ പാളി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തെ മറികടക്കാനാണോ ഇപ്പോൾ പുതിയ നീക്കങ്ങൾ? രാജ്യത്ത് തീർച്ചയായിട്ടും ശസ്ത്രക്രിയ പിഴവ് നിരന്തരമായി ആവർത്തിക്കുന്നതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നത്. ആരോഗ്യവകുപ്പാണ് മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് രോഗികൾക്ക് ശസ്ത്രക്രിയ വിവരങ്ങൾ അടങ്ങിയ റിസ്റ്റ് ബാൻഡ് കയ്യിൽ ധരിപ്പിക്കണമെന്നാണ്. മാത്രവുമല്ല, ശസ്ത്രക്രിയ നടത്തേണ്ട ശരീരഭാഗം മുൻകൂട്ടി അടയാളപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രധാനമായിട്ടും നമുക്കറിയാം, രാജി പറഞ്ഞ പോലെ തന്നെ ഇടത് കൈക്ക് ഉള്ള ശസ്ത്രക്രിയ വലത് കൈ ചെയ്യുന്നു, അതുപോലെ തന്നെ കണ്ണിന്റെ ശസ്ത്രക്രിയ ആണെങ്കിൽ നാവിന് ചെയ്യുന്നു. അതുപോലെ ഉള്ള രീതികളാണ് കുറച്ച് കാലങ്ങളായിട്ട് ആരോഗ്യവകുപ്പിലും അതുപോലെ തന്നെ ശസ്ത്രക്രിയ ICUവിലും എല്ലാം സർജറി വിഭാഗത്തിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മാനദണ്ഡം മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഓപ്പറേഷണൽ തിയേറ്ററിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്നും ഈ മാർഗരേഖയിൽ പറയുന്നു. മാത്രമല്ല, ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഡോക്ടറും നേഴ്സും രോഗിയുടെ IP നമ്പർ, കേസ് റെക്കോർഡ് എന്നിവ പൂർത്തിയാക്കണം. വാർഡ് ഡോക്ടറും നേഴ്സ് ഇൻചാർജും പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് പൂരിപ്പിച്ച് ഒപ്പിടണം. തിയേറ്റർ ചുമതലയുള്ള നഴ്സിംഗ് ഓഫീസർ ഈ പൂരിപ്പിച്ചത് ചെക്ക് ലിസ്റ്റ് വായിച്ച് വ്യക്തത വരുത്തി ഒപ്പിടണമെന്നും പറയുന്നുണ്ട്. മാത്രമല്ല, അതിനുശേഷം മാത്രമേ തിയേറ്ററിലേക്ക് രോഗിയെ പ്രവേശിപ്പിക്കാവൂ എന്നും പറയുന്നുണ്ട്. കൂടാതെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, അതിനുശേഷം അതുമാത്രമല്ല നശിപ്പിക്കുന്ന മറ്റു വസ്തുക്കൾ, ഈ സർജറിക്ക് ശേഷം നശിപ്പിക്കുന്ന മറ്റു വസ്തുക്കൾ എന്നിവയുടെ കണക്കുകൂടെ രേഖപ്പെടുത്തണമെന്നുണ്ട്. നമുക്കറിയാം, പല സാധനം സർജറിക്ക് ശേഷം നഷ്ടപ്പെടുന്ന, അല്ലെ വയറ്റിൽ വെച്ച് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഈ ഉപകരണങ്ങളുടെ ലിസ്റ്റ് എടുക്കണം. അതിനുശേഷവും സർജറിക്ക് ശേഷവും ഈ ഉപകരണങ്ങളുടെ എണ്ണം എടുക്കണമെന്നാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. മാത്രമല്ല, ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് വൈറ്റ് ബോർഡിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ പേരും എണ്ണവും രേഖപ്പെടുത്തണമെന്നും ഇതിൽ ഈ മാർഗരേഖയിൽ പറയുന്നു. കൂടാതെ ശസ്ത്രക്രിയ കഴിഞ്ഞ ഉപകരണങ്ങളുടെ എണ്ണം പരിശോധിച്ച് ചെക്ക് ലിസ്റ്റ് ബന്ധപ്പെട്ട മേധാവിക്ക് കൈമാറണമെന്നും പ്രധാനമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. മാർഗനിർദ്ദേശം നടപ്പായാൽ ആർക്കും പരസ്പരം പഴിചാരാൻ, അതായത് ജ്യോതിഷ്, ഈ രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഉപകരണങ്ങളുടെ എണ്ണം പോലും തിട്ടപ്പെടുത്തേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലാണ് നമ്മുടെ ആരോഗ്യവകുപ്പ്, അല്ലേ? കാരണം പല രോഗികളുടെയും വയറ്റിലാണ് ഇവർ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ മറന്നു വയ്ക്കുന്നത്. ആ ഒരു സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കാനായി 18ാമത്തെ അടവ് കൂടി പുറത്തെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഏറ്റവും ഒരു ആരോഗ്യവകുപ്പിൽ ഏറ്റവും ഒരു നാണം കെട്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രത്തോളം ഒരു ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ലിസ്റ്റ് എടുത്ത് അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ രോഗിയുടെ വയറ്റിൽ വെച്ച് മറക്കുന്നതിന്റെ പല ഡോക്ടർമാരും മറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓപ്പറേഷന് മുമ്പ് ഈ സർജറിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ലിസ്റ്റ് എടുക്കുന്നു. അതിനുശേഷം അതേ ഉപകരണങ്ങൾ തന്നെ ഉണ്ടോ, ശസ്ത്രക്രിയക്ക് ശേഷവും പുറത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു മാർഗരേഖ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അത് ആരോഗ്യ മേഖലയിൽ തന്നെ നാണം കെടുത്തുന്ന നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുന്ന ആ ഒരു ഇടത് സർക്കാരിന്റെ ഒരു മുദ്രാവാക്യത്തിന് തന്നെ നാണക്കേട് വരുത്തുന്ന ഒരു സമീപനമാണ് ഇതിലൂടെ തന്നെ ഉണ്ടായിരിക്കുന്നത്. കാരണം അത്രത്തോളം ആരോഗ്യ മേഖല തകർന്നിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. മാത്രമല്ല, ഏത് ശസ്ത്രക്രിയയാണ് നടത്തുന്നത് എന്നത് മുൻകൂട്ടി ഒരു റിസ്റ്റ് ബാൻഡ് രോഗിയുടെ കയ്യിൽ ധരിപ്പിക്കണം എന്നുള്ളത് ഒരു നിർദ്ദേശവും ഈ മാർഗരേഖയിൽ പുറത്തിറക്കിയതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നിരന്തരമായുള്ള ശസ്ത്രക്രിയ പിഴവ് കാരണമാണ് ഇത്തരത്തിലൊരു മാർഗരേഖ ആരോഗ്യവകുപ്പിന് പുറത്തിറക്കേണ്ട ഒരു സാഹചര്യം. എന്തായാലും നിരന്തരം ആരോഗ്യവകുപ്പ് പ്രതിരോധത്തിലാകുന്ന സാഹചര്യത്തിലാണ്. ആ പ്രതിരോധത്തെ മറികടക്കാൻ 18ാമത്തെ അടവ് കൂടി പുറത്തെടുത്തിരിക്കുന്നത്. റിസ്റ്റ് ബാൻഡ് ധരിപ്പിച്ച് ഏത് അവയവത്തിലാണ് ശസ്ത്രക്രിയ എന്നത് മാർക്ക് ചെയ്ത്, എന്തിനേറെ പറയുന്നു, ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ എണ്ണം ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒക്കെ തിട്ടപ്പെടുത്തി അത് രേഖപ്പെടുത്തേണ്ട സാഹചര്യമെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു മാർഗരേഖയാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്ക്